അഞ്ജു തിലകൻ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടിപ്രദക്ഷിണം ചെയ്യാനായിട്ട് സാധിക്കുമോ, അങ്ങനെ പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാസം ആയെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉത്തരം പറയാം. തീർച്ചയായിട്ടും സാധിക്കും. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാലും അടിപ്രദക്ഷിണം ചെയ്യാവുന്നതാണ് കേട്ടോ. 7 മാസം വരെ സാധാരണയായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അമ്പലത്തിനുള്ളിലേക്ക് കയറാനായിട്ട് പാടുള്ളൂ. 8ാം മാസം മുതൽ കയറരുത് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. നമുക്ക് ശാരീരികമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളും ചിലർക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും അടിപ്രദക്ഷിണം ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ഗർഭിണിയായിട്ടുള്ള അമ്മമാർ, സ്ത്രീകൾ അടിപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലരാകട്ടെ ചെറിയ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് അടിപ്രദക്ഷിണം ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്രാർത്ഥനയാണ്. ഇപ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വഴിപാട് നേരുന്നവരുണ്ട്, പലതരത്തിലുള്ള വഴിപാടുകൾ നേരുന്നവരുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഒരു പ്രാർത്ഥനയാണ് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ അടിപ്രദക്ഷിണം ചെയ്തോളാം എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരാനായിട്ട് ഭഗവാന്റെ അടുത്ത് വഴിപാട് നേരിയ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രാർത്ഥനയും കൂടിയാണ്. ഭഗവാനെ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറ്റി തരികയാണെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ അടിപ്രദക്ഷിണം ചെയ്തോളാം എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഒരു അമ്മ, അത് ശ്രദ്ധിക്കാൻ കാരണം ആ അമ്മയുടെ ഒക്കത്തിരുത്തിയിട്ടാണ് ഒരു കുഞ്ഞിനെ, അത് വലിയ കുട്ടിയായിരുന്നു, മുതിർന്ന കുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാനായിട്ട് കാരണം കേട്ടോ. ഒരു 7-8 വയസ്സൊക്കെ ആ പെൺകുട്ടിയാണ്, പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് അമ്മയുടെ ഒക്കത്തിരിക്കുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് ആ അമ്മ അടിപ്രദക്ഷിണം ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അതെല്ലാം ഓരോരോ പ്രാർത്ഥനകളാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുള്ള ഈ അടിപ്രദക്ഷിണം ചെയ്യുന്നത്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ഭഗവാനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അതൊരു വലിയ ഭാഗ്യമല്ലേ, അതൊരു അനുഗ്രഹമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. 7 മാസം വരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഗർഭിണികൾക്ക് അടിപ്രദക്ഷിണം ചെയ്യാവുന്നതാണ്.